Hello friends, welcome to SAT Sunday Solution Class 10 Mathematics Chapter 1 Arithmetic Sequences. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പാർട്ട് 14 ആണ്. ടെക്സ്റ്റ് ബുക്ക് എക്സസൈസിലെ 1.3 പേജ് നമ്പർ 18ലെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് അതിനകത്ത് ചെക്ക് വെദർ ഈച്ച് ഓഫ് ദ സീക്വൻസസ് ഗിവൺ ബിലോ ഈസ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്, ഗീവ് റീസൺസ് ഫോർ ദ അരിത്തമാറ്റിക് സീക്വൻസസ്, റൈറ്റ് ദ കോമൺ ഡിഫറൻസസ് ആൾസോ. ഇപ്പോൾ താഴെ തന്നിരിക്കുന്ന സമാന്തര ശ്രേണികളാണോ, താഴെ തന്നിരിക്കുന്ന സീക്വൻസ് ശ്രേണികൾ സമാന്തര ശ്രേണികളാണോ അല്ലയോ എന്ന് പരിശോധിക്കാം. Whether the following sequences are arithmetic sequence or not, and write the common difference also. അതിൻ്റെ കോമൺ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിന് മുന്നത്തെ ക്ലാസ് കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഭാഗത്തായിട്ട് അതിൻ്റെ ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് എന്താണ് അരിത്തമാറ്റിക് സീക്വൻസ്, അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യണമെന്നുള്ളത് ഇതിന് മുന്നേ ഉള്ള പാർട്ട് ദയവായി കാണുക. കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാം ഫ്രീ ആണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് 50 സ്റ്റുഡൻസിന് ഫ്രീ ആയിട്ട് അഡ്മിഷൻ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 4 സ്റ്റുഡൻസായി, 46 സീറ്റ്സ് അവൈലബിൾ ആണ്. ഉടൻ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഈ വീഡിയോയിൽ താഴെ ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്, അതിനകത്ത് അപ്ലൈ ചെയ്യുക. പിന്നെ ഇനി ഓൺലൈനായിട്ട് ചേരാത്ത കുട്ടികൾക്കും ഈ വീഡിയോസ് ലൈവിൽ വരുമ്പോൾ കാണാവുന്നതാണ്. സോ ലൈവ് എപ്പോഴാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ബട്ടണിൽ അമർത്തിയതിന് ശേഷം ബെൽ ഐക്കണും കൂടി നിങ്ങൾ അമർത്തുക. അപ്പോൾ ഈ വീഡിയോ, അതായത് പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ട് നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ സ്റ്റുഡൻസിന് മാത്രമാണ് ഇത് ലൈവിന് ശേഷം പ്രൈവറ്റ് മോഡിലേക്ക് പോയാൽ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് 50 സ്റ്റുഡൻ്റ് ആകുന്നതിന് മുന്നേ നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനലിൽ ഫ്രീ ആയിട്ട് അഡ്മിഷൻ എടുത്ത 4 കുട്ടികളുടെ ഡീറ്റെയിൽസ് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ ഈ ചാനലിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. അപ്പോൾ ഇതാണ് നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യകൾ അല്ലേ, വെരി ഈസിയാണ് അത് കണ്ടെത്താനായിട്ട്. 1, 3, 5, 7, 9 ഇതൊക്കെയാണ് ഈ ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത്? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അരിത്തമാറ്റിക് സീക്വൻസ് എന്താണെന്ന് അറിയണം. അരിത്തമാറ്റിക് സീക്വൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. തൊട്ടടുത്തുള്ള 2 സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഓരോ സംഖ്യയും ഓരോ ടേം ആയിട്ട് പരിഗണിക്കാം. ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, ആൻഡ് ദിസ് വൺ ഈസ് തേർഡ് ടേം, ഇത് ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം, അങ്ങനെ പോകും. ഓക്കെ, ഇനി അരിത്തമാറ്റിക് സീക്വൻസ് ആകണമെങ്കിലുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേമിൽ നിന്ന് അതിൻ്റെ മുൻപിലത്തെ ടേം നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അങ്ങനെ കുറയ്ക്കുമ്പോൾ ഒരു ഉത്തരം കിട്ടുമല്ലോ. അതുപോലെ അടുത്തതും അതുപോലെ കുറയ്ക്കുക, അപ്പോൾ ഒരു ഉത്തരം കിട്ടും. ഈ 2 ഉത്തരവും സെയിം ആണെങ്കിൽ അതെന്താണ്? അരിത്തമാറ്റിക് സീക്വൻസ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ x2 ൽ നിന്ന് x1, പല കുട്ടികളും നമ്മൾ തെറ്റിച്ച് കാണുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തിരിച്ച് ചെയ്യും. അപ്പോൾ അത് തെറ്റിപ്പോവും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. രണ്ടാമത്തെ പദത്തിൽ നിന്ന് ആദ്യത്തെ പദം, സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേമാണ് നമ്മൾ കുറയ്ക്കേണ്ടത്. മനസ്സിലായി? അപ്പോൾ അതായത് 3ൽ നിന്ന് 1 കുറയ്ക്കണം. 3 - 1 ഉത്തരം +2 ആണ്. നമ്മളിപ്പോൾ എന്താ ചെയ്തത്? സെക്കൻഡ് ടേമിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് ടേം കുറച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം, അതായത് ഒരു ടേമിൽ നിന്ന് അതിൻ്റെ മുന്നിലത്തെ ടേമാണ് നമ്മൾ കുറയ്ക്കേണ്ടത്. അപ്പോൾ +2 കിട്ടി. നമുക്കതിനെ D1 എന്ന് പറയാം. ദിസ് ഈസ് ഡിഫറൻസ് 1, കോമൺ ഡിഫറൻസ് 1. ഓക്കെ, ക്ലിയർ? യെസ്. ഞാൻ അടുത്തെടുക്കുകയാണെങ്കിൽ x3ൽ നിന്ന് x2 കുറയ്ക്കണം. അതായത് 5ൽ നിന്ന് 3 നമുക്ക് കുറയ്ക്കണം. ലൈക്ക് ദിസ് 5 - 3 അഗെയിൻ +2. നമ്മളോട് ചെയ്തത് തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടൈം കുറയ്ക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഈ D1 ഉം D2 സെയിം ആണ്. വാട്ട് ഈസ് D2? ഇവർ തമ്മിലുള്ള വ്യത്യാസം. ദിസ് ഈസ് D1 ആൻഡ് ഇവർ തമ്മിൽ രണ്ടാമത്തെ മൂന്നാമത്തെ ആൾ തമ്മിലുള്ള വ്യത്യാസം D2. അങ്ങനെ പോകും. അപ്പോൾ ഇവിടെ D1 ഉം D2 സെയിം ആണ്. ഓക്കെ, ക്ലിയർ? സോ D1 = D2. അങ്ങനെ കോമൺ ഡിഫറൻസ്, ഇതിനെ നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ദിസ് +2. ആ കോമൺ ഡിഫറൻസ് സെയിം ആയതുകൊണ്ട്, പൊതുവ്യത്യാസം സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. ഇതൊരു സമാന്തര ശ്രേണിയാണെന്ന് പറയാം. എന്നാൽ ചില സീക്വൻസിൽ ഇതിന് ശേഷം അങ്ങനെ ആവാറില്ല. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഒരെണ്ണം കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. അതായത് x5ൽ നിന്ന് x4ഉം അതുപോലെ 9ൽ നിന്ന് 7ഉം കുറച്ച് അതും ഇതുപോലെ ഈ പറയുന്ന കോമൺ ഡിഫറൻസ് തന്നെ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നോക്കാം. നമുക്ക് x5 - x4 അതുപോലെ 9 - 7 ചെയ്യുമ്പോൾ നമുക്ക് +2 കിട്ടും. അതായത് ഫിഫ്ത്ത് ടേമിൽ നിന്ന് നമ്മൾ ഫോർത്ത് ടേം കുറയ്ക്കുകയാണ്. അപ്പോൾ +2 കിട്ടും. സോ ദാറ്റ് ഈസ് D4. അപ്പോൾ D1 ഉം D2 ഉം D4ഉം സെയിം ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ദിസ് ഈസ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. ക്ലിയർ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. സീക്വൻസ് ഓഫ് ഈവൻ നമ്പേഴ്സ്. എന്താണ് ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ? ഇരട്ട സംഖ്യകൾ. ഇരട്ട സംഖ്യകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 2ൽ നിന്നാണ്. അപ്പോൾ 2, 4, 6, 8 ഇങ്ങനെ പോകും. 2, 4, 6, 8, 10 അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ഇതിൻ്റെ ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് അങ്ങനെ എഴുതാം. അതിനുശേഷം നേരത്തെ നമ്മൾ എന്താ ചെയ്തത്? സെക്കൻഡ് ടൈമിൽ ഫസ്റ്റ് ടൈം കുറച്ചു. അപ്പോൾ 4 - 2 അവിടെയും +2 തന്നെ കിട്ടുകയാണ്. അടുത്തത് നമ്മൾ മൂന്നാമത്തെ ടൈമിൽ നിന്ന് സെക്കൻഡ് ടൈം കുറയ്ക്കുകയാണ്. സിമിലാർലി
അങ്ങനെ കുറയ്ക്കുമ്പോൾ നമുക്ക് 6 - 4 6ൽ നിന്ന് 4 കുറയ്ക്കണം. സോ അഗെയിൻ +2 കിട്ടി. ഇതിനെ നമുക്ക് D1 ഇതിനെ D2 എന്നും പറയാം. സോ D1 D2 ഈ രണ്ടുപേരും എന്താണ് സെയിം ആണ്. അപ്പോൾ ഇത് സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ദിസ് ഈസ് എൻ അരിത്തമാറ്റിക് സീക്വൻസ്. എഗെയിൻ നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്യാം. അതായത് x5 ന് x4 എന്ന് കുറച്ച് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ശരിയാവുന്നുണ്ടോ എന്ന്. അപ്പോൾ x5 ന് x4 കുറച്ചു, അതായത് 10 - 8 +2. സോ 5th - 4th ടേം അഗെയിൻ +2. അത് എന്താണ് സെയിം ആണ്. സോ D1 ഉം D2 സാറ് D4 ഉം ചെക്ക് ചെയ്ത് നോക്കി, അതൊക്കെ എന്താണ് സെയിം ആണ്. സോ ദിസ് ഈസ് എൻ അരിത്തമാറ്റിക് സീക്വൻസ്. ക്ലിയർ? സോ അടുത്ത ക്വസ്റ്റിലേക്ക് പോകുമ്പോൾ സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻസ് ഗോട്ട് ആസ് ഹാഫ് ദ ഓഡ് നമ്പേഴ്സ്. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത്, സീക്വൻസ് ഓഫ് ഫ്രാക്ഷൻ ഗോട്ട് ആസ് ഹാഫ് ഓഫ് ദി ഓഡ് നമ്പർ. ഓഡ് നമ്പർ നമ്മളിപ്പോൾ കണ്ടു 1 3 5 7 1 3 5 7 ഇതൊക്കെയാണ് ഓഡ് നമ്പർ. ഇതിൻ്റെ ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ എന്താണ് 2 കൊണ്ട് നിങ്ങൾ എന്താണ് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, എല്ലാത്തിനും നിങ്ങൾ എന്താണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ക്ലിയർ? സോ ദീസ് ആർ ദ സീക്വൻസ് 1 3 5 7. ഇതൊക്കെ ഈ മുകളിൽ എഴുതിയിരിക്കുന്നതാണ് എന്താ ഓഡ് നമ്പേഴ്സ്. ഫ്രാക്ഷൻ ഉദ്ദേശിക്കുന്നത് അതിനെ 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഹാഫ് ദ ഓഡ് നമ്പേഴ്സ് ഉണ്ടാ. അപ്പോൾ ഹാഫ് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി എല്ലാത്തിൻ്റെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് ഹാഫായി. ഇനി നമുക്ക് ഇതിന് ഫസ്റ്റ് ടൈം, ഇത് സെക്കൻഡ് ടൈം, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് നേരത്തെ ചെയ്തതുപോലെ തന്നെ സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം നമ്മൾ എന്ത് ചെയ്യണം, കുറയ്ക്കണം. അപ്പോൾ ഇവിടെ കുറയ്ക്കുമ്പോൾ 3/2 നിന്ന് 1/2 കുറയ്ക്കണം. 3/2 മൈനസ് 1/2. അപ്പോൾ ഈ രണ്ട് ഭിന്നസംഖ്യകൾ ഇതുപോലെ ഫ്രാക്ഷൻസ് കുറയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും താഴെ കിടക്കുന്ന സംഖ്യ സെയിം ആണോ എന്ന് നോക്കണം. സെയിം അല്ലെങ്കിൽ നമ്മൾ സെയിം ആക്കണം. ഇപ്പോൾ ഇവിടെ സെയിം ആണ്, അതുകൊണ്ട് ഒറ്റ തവണ നമുക്കത് എഴുതാം 2. ക്ലിയർ? എന്നിട്ട് മുകളിൽ സംഖ്യ നമ്മൾ ചുമ്മാ അങ്ങോട്ട് കുറച്ചാൽ മതി. 3 - 1 2. ക്ലിയർ ആണോ? ഓക്കെ. സോ ഇവിടെ സാർ ചെയ്യാൻ പോവാണ്. ഇവിടെ ചെയ്യുമ്പോൾ 3 - 1 ചെയ്യുമ്പോൾ 2 കിട്ടും. ഈ 2 - 2 ചെയ്യാൻ പാടില്ല, അത് ഒരു തവണ എഴുതുക. അപ്പോൾ 2/2 വെട്ടിക്കളയുമ്പോൾ എന്ത് കിട്ടും, +1 കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ, ദാറ്റ് ഈസ് സെക്കൻഡ് മൈനസ് ഫസ്റ്റ് ഈസ് ഈക്വൽ ടു +1. സിമിലർലി നമുക്ക് അടുത്തത് x3 നിന്ന് x2 കുറയ്ക്കണം. അതായത് 5/2 നിന്ന് 3/2 കുറയ്ക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ട് സ്ഥലത്തും സെയിം ആണ്, ഡിനോമിനേറ്റർ താഴെ കിടക്കുന്നത് സെയിം ആയതുകൊണ്ട് അത് നമുക്ക് എന്താണ് ഒരു തവണ എഴുതിയാൽ മതി. പിന്നെ 5ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്താണ് 2 കിട്ടും. എഗെയിൻ നമുക്ക് എന്താണ് സെയിം ആൻസർ തന്നെ കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, സോ +1 തന്നെ കിട്ടി. അപ്പോൾ D1 ഉം D2 സെയിം ആണ്. ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ, ഇനി ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. x5 - x4 അത് നമുക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ 9 - 7 അതായത് 9ൽ നിന്ന് 7 കുറച്ച് കഴിഞ്ഞാൽ 2, അതും ഇതേ സെയിം ആൻസർ തന്നെ കിട്ടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ദറ്റ് ഈസ് 5th - 4th ഈസ് ഈക്വൽ ടു +1 അഗെയിൻ. സോ D1 ഈസ് ഈക്വൽ ടു D2 ഈസ് ഈക്വൽ ടു D4. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2. 2ന്റെ പവറുകളുടെ സീക്വൻസ്. എന്താണ് 2ന്റെ പവർ എന്ന് അറിയോ? 2 നമ്മൾ ഒരു തവണ എഴുതിയാൽ 2⁻². 2 നമ്മൾ ഇൻറ്റു 2 × 2 2 തവണ എഴുതി കഴിഞ്ഞാൽ അതാണ് 2ന്റെ സെക്കൻഡ് പവർ 2⁻² എന്ന് പറയും. ക്ലിയർ? ഇനി നമ്മൾ 2 3 തവണ എഴുതിയാൽ 2 × 2 3 തവണ നമ്മൾ 2 എഴുതിയെന്ന് വിചാരിക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2⁻² എന്ത് വരും? നമ്മൾ 2ന് പകരം അവിടെ 3 എഴുതാം. 2⁻3. ക്ലിയർ? സോ ഇങ്ങനെയാണ് പോവുക. അപ്പോൾ 2⁻1 2⁻2 2⁻3 2⁻4 2⁻5 ഇങ്ങനെ പോകും. അതെ, ഇതൊക്കെ നമുക്ക് എടുത്ത് എഴുതുമ്പോൾ 2² എന്ന് പറഞ്ഞാൽ 4, 2³ എന്ന് പറഞ്ഞാൽ 2 × 2 × 2 8, 2⁻4 എന്ന് പറഞ്ഞാൽ 2 × 2 × 2 × 2 × ഉണ്ടോ 4 പ്രാവശ്യം 2 ഗുണിക്കുമ്പോൾ 16, ഇത് 5 പ്രാവശ്യം 32 ഇങ്ങനെ പോകും. സോ ദിസ് ഈസ് അവർ സീക്വൻസ് 2 4 8 16 ആൻഡ് 32. അപ്പോൾ നിങ്ങൾ 2 വെച്ച് ഇങ്ങനെ ഗുണിച്ച് പോവാം. ഓക്കെ, അപ്പോൾ നമുക്കിതിനകത്ത് ഫസ്റ്റ് ടൈം x1, ഇത് x2, ഇത് x3 x4 അങ്ങനെ പോകുന്നു. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ചെയ്യണം. വെരി ഈസിയാണ്. x2ൽ നിന്ന് x1 എന്ത് ചെയ്യണം, കുറയ്ക്കണം. സോ വെരി ഈസിയാണ്. 4 - 2 +2 കിട്ടും. സിമിലർലി x3 ന് x2 ചെയ്യണം. അപ്പോൾ എന്താണ് 8 - 4 അഗെയിൻ +4 കിട്ടും. സോ ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് അരിത്തമാറ്റിക് സീക്വൻസ് നല്ലതാണ്, കാരണം D1 D2 സെയിം അല്ല. സോ D1 ഈസ് നോട്ട് ഈക്വൽ ടു D2, therefore ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടുത്തെ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ആദ്യമേ തന്നെ നമുക്ക് മനസ്സിലായി ഇത് എന്തല്ല, ഇത് D1 ഉം D2 സെയിം അല്ല. പിന്നെ D3 ഉം D4 ഉം ചെയ്ത് നോക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അടുത്തത് സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. 5ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താണ് അതിൻ്റെ ആൻസർ നോക്കാം. സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽസ്. റെസിപ്രോക്കൽസ് എന്ന് പറഞ്ഞാൽ വ്യുൽക്രമം എന്ന് പറയും മലയാളത്തിൽ. അതായത് ഞാൻ ഒരു 4/3 എന്ന് പറയുന്ന സംഖ്യ എഴുതിയിട്ട് ഞാൻ പറയുന്നത് നിങ്ങളോട് ഇതിൻ്റെ റെസിപ്രോക്കൽ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെരി ഈസിയാണ്. ഇത് നിങ്ങൾ തിരിച്ചിടുക. അതായത് 3/4. ദിസ് ഈസ് ദി റെസിപ്രോക്കൽ. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അങ്ങനെയാണെങ്കിൽ 2 എന്നൊരു സംഖ്യ ഞാൻ വെറുതെ എഴുതി. ഇതിന് റെസിപ്രോക്കൽ ഉണ്ടോ? ഉണ്ട്. ഏതൊരു സംഖ്യയുടെയും താഴെ 1 ഉണ്ട്.
കണ്ടോ, അതായത് 2/1 തന്നെയാണ് 2 എന്ന് പറയുന്നത്. അപ്പോൾ 2 എന്ന സംഖ്യയുടെ റെസിപ്രോക്കൽ എഴുതാൻ പറയുമ്പോൾ 1 മുകളിൽ വരും, ദാറ്റ് ഈസ് 1/2. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്ന് വെച്ചാൽ സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1, അതുപോലെ തന്നെ എന്താണ് 2, 3, 4, ഇതൊക്കെയാണ് നാച്ചുറൽ നമ്പർ. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എന്തായിരിക്കും? 1ൻ്റെ 1/1 തന്നെ, 2ൻ്റെ 1/2. ഉണ്ടോ? അതെങ്ങനെ വന്നു? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 2ൻ്റെ താഴെ എന്തുണ്ട്? ഒരു 1 ഉണ്ട്. അപ്പോൾ ഇതങ്ങനെ തിരിയും, ഇത് മുകളിലേക്ക് വരും, ഇതെന്താണ് താഴേക്ക് വരും. സോ 1/2. അപ്പോൾ 3 ആണെങ്കിലോ 3/1 ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ 1 മുകളിലേക്ക് പോകും, 3 എന്താണ് താഴേക്ക് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3. അപ്പോൾ അങ്ങനെയാണ് റെസിപ്രോക്കൽ പോവുക. ആ സീക്വൻസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1/1, 1/2, 1/3, 1/4, 1/5. ഇനി നമുക്ക് ഓരോ ടൈം കൊടുക്കാം. x1, x2, x3, x4, x5 എന്ന് കൊടുക്കാം. ഇനി കോമൺ ഡിഫറൻസ് നേരത്തെ ചെയ്തതുപോലെ തന്നെ x2ൽ നിന്ന് x1 കുറയ്ക്കണം. സോ നമ്മൾ ചെയ്യേണ്ടത് 1/2ൽ നിന്ന് 1/1 എന്താണ് കുറയ്ക്കണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കുറയ്ക്കുന്ന സമയത്ത് ഈ താഴെയുള്ള രണ്ട് പേര് ഇവർ രണ്ടും സെയിം ആണെന്ന് നോക്കുക. സെയിം അല്ല, അപ്പോൾ സെയിം ആക്കണം. അതിനെന്താണ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ഇങ്ങോട്ട് ഗുണിക്കണം, അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഗുണിക്കണം. ഓക്കെ. അപ്പോൾ ഈ 1 കൊണ്ട് ഈ 1നെ ഗുണിച്ച് കഴിഞ്ഞാൽ എന്നിട്ട് 1 കിട്ടും, മൈനസ് ഈ 2 കൊണ്ട് 1നെ ഗുണിച്ച് എന്ത് കിട്ടും? നമുക്ക് 2 കിട്ടും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു വലിയ വര ഇട്ടിട്ട് ഈ താഴെയുള്ള രണ്ട് പേരും തമ്മിൽ ഗുണിക്കണം, അതായത് 2/1, ദാറ്റ് ഈസ് 2. ഇനി കുറയ്ക്കുന്ന സമയത്ത് പല കുട്ടികൾക്ക് സംശയം വരും, പേടിക്കണ്ട. വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ മുന്നിലത്തെ ചിഹ്നം കൊടുക്കുക. വലിയ സംഖ്യ 2 ആണ്, ചെറിയ സംഖ്യ 1 ആണ്. അപ്പോൾ 2 - 1 എത്രയാണ്? 1 കിട്ടും. വലിയ സംഖ്യയുടെ മുന്നിൽ കിടക്കുന്ന ചിഹ്നം മൈനസ്, സോ -1 / 2. ദിസ് ഈസ് ദി ആൻസർ. ക്ലിയർ? സോ ഇവിടെ നമ്മൾ 1നെ 1 കൊണ്ട് ഗുണിച്ചു, ആണ്ടോ, ഇവിടുന്ന് ഇങ്ങോട്ട് ഗുണിച്ചു. സിമിലർലി ഈ 2നും കൊണ്ട് ഇങ്ങോട്ട് ഓപ്പോസിറ്റ് സൈഡിൽ അങ്ങോട്ട് ഗുണിക്കുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും. അതുപോലെ താഴെയുള്ളവർ തമ്മിൽ ഗുണിച്ചു. സോ അങ്ങനെ ഗുണിക്കുമ്പോൾ നമുക്ക് എന്നിട്ട് 1 - 2 / 2, ദാറ്റ് ഈസ് -1/2. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ x3ൽ നിന്ന് x2 കുറയ്ക്കുകയാണ്. സിമിലർലി ഇവിടെ ചെയ്ത പോലെ തന്നെ, അതായത് 1/3ൽ നിന്ന് എന്ത് കുറയ്ക്കണം? ഇതിൽ നിന്ന് 1/2 കുറയ്ക്കണം. അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ 1 × 2 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2 കിട്ടും. ദെൻ 1 × 3 ചെയ്യുമ്പോൾ 3 കിട്ടും. ദെൻ താഴെ 3 × 2 ചെയ്യുമ്പോൾ എന്താണ്? 6ഉം കിട്ടും. നോക്കാം നമുക്ക്. സോ ആദ്യം 1 × 2, പിന്നെന്താണ് 3 × 1, പിന്നെന്താണ് 3 × 2 താഴെ. ഓക്കെ. സോ 1/3 നമ്മൾ ആദ്യം എന്താണ് 1 × 2 ചെയ്തു. സോ 1 × 2. ഇനി ഇവിടുന്ന് 3 × 1, സോ 1 × 3 കണ്ടോ. ദെൻ ഇവർ തമ്മിൽ ഗുണിച്ചു, ദാറ്റ് ഈസ് 3 × 2. ക്ലിയർ? സോ യു വിൽ ഗെറ്റ് 1 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് 2 ആണ്. 1 × 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് 3 ആണ്. ഓക്കെ. 2 - 3 എന്ന് പറഞ്ഞാൽ അഗെയിൻ എന്ത് കിട്ടും നിങ്ങൾക്ക്? -1 കിട്ടും. ബട്ട് താഴെ 2 അല്ല, എത്രയാണ്? 6 ആണ്. ക്ലിയർ ആണോ? ഓക്കെ. So you get answer -1/6. So this is D1 and this one is D2. Clear? So D2 is equal to -1/6. പിന്നെ നിങ്ങൾ തന്നെ പറയൂ, ഇത് അരിത്തമാറ്റിക് സീക്വൻസ് ആണോ അല്ലയോ? അരിത്തമാറ്റിക് സീക്വൻസ് അല്ല. കാരണം എന്താണ്? D1 is not equal to D2. So D1 is not equal to D2. Therefore this is not an arithmetic sequence. Clear ആണോ? Okay. So അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, look at these pictures. If the pattern is continued, do the numbers of colored squares form an arithmetic sequence? Give reasons. ഇതിങ്ങനെ പോകുമ്പോൾ ഈ നിറം കൊടുത്തിരിക്കുന്ന ഈ സ്ക്വയറുകളുടെ എണ്ണം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതൊരു അരിത്തമാറ്റിക് സീക്വൻസിലാണോ പോകുന്നത് എന്നാണ് ചോദ്യം. ബട്ട് നമ്മളത് ഈ വീഡിയോയിൽ ചെയ്യുന്നില്ല. സോ പ്ലീസ് വിസിറ്റ് പാർട്ട് 15. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അക്കൗണ്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോ അപ്ഡേറ്റ് എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ള ടൈം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. സോ പ്ലീസ് ഫോളോ ഇൻസ്റ്റഗ്രാം ആൻഡ് ഫേസ്ബുക്ക് പേജ് ആൻഡ് ആൾസോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു വൺസ് അഗൈൻ.